എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ April 16 ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. 13, 14, 15 ആ 3 ദിവസത്തെ വീഡിയോസാണ് ഈ കാണിക്കുന്നത്. അഫ്കോഴ്സ് വിഷു ഉണ്ട്, വിഷുവിൻ്റെ പ്രിപ്പറേഷൻസും അതിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതും എന്തൊക്കെയൊക്കെയോ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പാലേജിന് അന്ന് എനിക്ക് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ വീഡിയോ വരുന്നതായിരിക്കും. ഇതിട്ടിട്ടല്ലേ അതിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇട്ടിട്ട് അതിടാം, വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ കണി സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു വട്ടത്ത് വിഷുവിനാണ് കുറച്ച് കാര്യമായിട്ട് വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം ബൈ ദ ബൈ നമ്മളിപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ റൂമിൽ ഇതിൻ്റെയാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഡിഫറൻസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഫുൾ അടച്ചിട്ടേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എനിക്കറിയില്ല, ഇത് ഞാൻ തന്നെ കേട്ട് നോക്കുമ്പോഴാണല്ലോ അറിയാൻ പറ്റുക. ഓക്കെ, അപ്പം ബാക്ക് ടു ദ വീഡിയോ. എന്താണ് വിഷുക്കണി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ എന്തൊക്കെയൊക്കെയോ വെക്കുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് ആകെ പണി കിട്ടിയത് കണിക്കൊന്നയാണ്. കണിക്കൊന്ന ലാസ്റ്റ് വരെ വീടിന് ചുറ്റുമൊക്കെ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ കാറിലൊക്കെ പോകുന്ന സമയത്ത് നോക്കുമ്പോൾ അപ്പുറത്തും കണിക്കൊന്നയുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് ഓക്കെ വൈകിട്ട് ആകുമ്പോൾ എടുക്കാം, നിറച്ച് നിൽക്കുമല്ലേ എന്ന്. വൈകിട്ടാകുമ്പോൾ ഒന്നിലും കണിക്കൊന്നില്ല. ലാസ്റ്റ് നമ്മൾ കുറച്ച് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു തോന്നുന്നു വിഷുക്കണി സെറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പം ഫൈനലി നമ്മുടെ വിഷുക്കണി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഉറക്കണീറ്റ് വന്ന് കണിയൊക്കെ കണ്ടു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഉറക്കണീറ്റു. ബിക്കോസ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്നപ്പോൾ കുറച്ചൊക്കെ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാവിലെ വിഷുക്കണി കണ്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറും ആണ് കഴിച്ചത്. അത് കഴിഞ്ഞത് 15-ാം തീയതി ആണെന്ന് തോന്നുന്നു. 15 യെസ്, 15-ാം തീയതി നമുക്ക് പൂജയുണ്ട്. വീട്ടിൽ കയറുന്നതിന് മുന്നേ 15-ാം തീയതി പൂജയുണ്ട്. 16 അല്ലല്ലോ, 15 നൈറ്റും ഉണ്ട്, മോർണിംഗും ഉണ്ട്. ഒരു മോർണിംഗ് 3 മണിക്കാണ് ഇപ്പം ഒരു പൂജ. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ്. അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് എൻ്റെ ഹൗസ് വാമിങ്ങിന് ഇടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഡ്രസ്സിനുള്ള ഇയറിങ്സ് എടുത്തില്ല. ഞാൻ ഓർത്ത് ഓൺലൈൻ ഓർഡർ ചെയ്തു. ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടില്ല. തലേ ദിവസം അങ്ങനെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അമ്മയ്ക്ക് എന്ന് വെച്ചാൽ വീട് പണി കാര്യങ്ങൾ അമ്മ കിടന്ന് ഭയങ്കര ഓട്ടമാണ്. ഞാനും ഓഫ്കോഴ്സ്, ബട്ട് ഞാൻ അത്രയും ഓടുന്നില്ല, അത് വേറെ കാര്യം. അപ്പം അതിനിടയിൽ ഇത് കമ്മൽ വേണം, അങ്ങനെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ലുലുവിൽ പോയി. ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ലുലുവിൽ പോകുന്നത്. ബസ്സിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പം നമുക്ക് ഹൈപ്പറിനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹൗസ് വാമിൻ്റെ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു ദൂരം. അപ്പം അമ്മ നിങ്ങൾക്കറിയായിരിക്കും മോളെ, ഞാൻ നേരത്തെ ലൈക്ക് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയായിരിക്കും. അപ്പം വിളിച്ചിട്ട് അമ്മ എന്നെ വന്ന് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇതുവരെ എത്തിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ മിനിസോയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് കിട്ടുമോ നോക്കി. എനിക്ക് ഹാങ്ങറൊക്കെ ഞാൻ മിനിസോ എന്നാണ് വാങ്ങിക്കുന്നത്. എനിക്കത് കുറച്ച് ലാഭമായിട്ടും കാണാൻ നല്ല രസമായിട്ടും തോന്നി. അതൊക്കെ വാങ്ങിച്ച് കമ്മലൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ വന്ന് വീണ്ടും കിടന്നുറങ്ങി. എണീറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അതായത് പാലേച്ച് കഴിഞ്ഞ് നമുക്ക് പതുക്കെ സാധനങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഞാൻ എൻ്റെ ട്രോളിയിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പെട്ടി എടുത്തിട്ട് പാലാച്ച് ചെയ്യുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് രാവിലെ റെഡിയാവാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അതിൽ ടാറ്റാ ബൈ.